ഡൽഹിയിൽ നേടിയ വിജയത്തിന് ശേഷം, മിന്നും വിജയത്തിന് ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാനാണ് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹി അഭിനന്ദിക്കുന്നുവെന്ന് നേരത്തെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. ചരിത്ര വിജയമാണ് നേടിയത് എന്നും അദ്ദേഹം പറയുന്നു. വികസനം ഉറപ്പുവരുത്തും, സദ്ഭരണവും വികസനവുമാണ് വിജയിച്ചത് എന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. അങ്ങനെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിന് ഡൽഹി BJP ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി എത്തിയിരിക്കുകയാണ്. വലിയൊരു കൂട്ടം പ്രവർത്തകരെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച് അവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഒക്കെ നേതൃത്വത്തിലായിരുന്നു ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഇനിയിപ്പോൾ ആരാകും നയിക്കുന്നത് എന്നൊക്കെയുള്ളതിൽ ഇന്ന് രാത്രിയോടെ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. പല പേരുകൾ കേൾക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, അങ്ങനെ പ്രധാനമന്ത്രി എത്തിയിരിക്കുകയാണ് BJP ആസ്ഥാനത്തേക്ക്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമല്ലേ? തീർച്ചയായും അനുജ, BJP ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. ഡൽഹിയിൽ BJPക്ക് ഉണ്ടായ അത്യുജ്വല വിജയത്തിന്റെ ആഘോഷം അതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ കാണുന്നത്. സാധാരണ നിലയിൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയ മുതൽ തന്നെ ഓരോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് വിജയത്തിലും ഇത്തരത്തിൽ BJP ദേശീയ ആസ്ഥാനത്ത് ആഘോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാറുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് വലിയൊരു വിജയം തന്നെയാണ്. കഴിഞ്ഞ 4 തിരഞ്ഞെടുപ്പിലും BJP അധികാരം പിടിക്കാൻ ശ്രമിച്ച സംസ്ഥാനമാണ് ഡൽഹി. എന്നാൽ ആം ആദ്മി പാർട്ടി തുടർച്ചയായ 3 വിജയങ്ങൾ നേടിയിരുന്നു. കഴിഞ്ഞ 2 തവണയും BJPക്ക് 10 സീറ്റുകൾ പോലും പിടിക്കാൻ ആയിരുന്നില്ല. ആ ഘട്ടത്തിലാണ് തുടർച്ചയായുള്ള പ്രചരണത്തിന്റെ മികവിൽ BJP ഇത്തവണ ഉജ്ജ്വല വിജയം തന്നെ ഡൽഹിയിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. അതിന്റെ ആവേശം, അതിന്റെ ആഘോഷമാണ്, ഏറ്റവും തീവ്രമായ ആഘോഷമാണ് ഡൽഹി ദേശീയ ആസ്ഥാനത്ത് BJP സംഘടിപ്പിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പ്രധാനമന്ത്രിയെ കാണാനായി BJP ദേശീയ ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി എന്തായിരിക്കും ഈ വിജയത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പറയുക എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാജ്യം. പ്രത്യേകിച്ചും തുടർച്ചയായുള്ള വിജയങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നേടിയിരിക്കുന്നു. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പ്രവചനങ്ങളെ മറികടന്നുള്ള ഉജ്ജ്വല